നോക്കൂ, നിസ്സാരമായ ചെറിയൊരു പ്രശ്നം, ഒരുപക്ഷെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിൽ രണ്ടുപേർ പരസ്പരം തമ്മിൽ സംസാരിച്ച് തീർക്കാവുന്ന ചെറിയൊരു പ്രശ്നം എത്രത്തോളം കോംപ്ലിക്കേറ്റായി മാറുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഭാര്യയും ഭർത്താക്കന്മാരുമാകുമ്പോൾ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകാറുണ്ട്. ജീവിതത്തിൽ എല്ലാ നിമിഷങ്ങളിലും സന്തോഷവാന്മാരായിരിക്കുന്ന ഭാര്യയും ഭർത്താക്കന്മാരെയും ലോകത്ത് നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും പ്രശ്നങ്ങളും അടിപിടികളും വിഷയങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ പരസ്പരം അറിഞ്ഞ് സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദാമ്പത്യ ജീവിതം പൂർണ്ണ വിജയമായി മാറുന്നത്. ഞാനീ പറഞ്ഞു വരുന്നത് സിലു ടോക്സ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന സൽഹയും അവരുടെ ഭർത്താവായിട്ടുള്ള ഗഫൂർ എന്ന് പറയുന്ന സഹോദരനും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഗഫൂർ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു CCTV ക്യാമറയിൽ നിന്നും പകർത്തിയ ഒരു ദൃശ്യമാണ്. ഞാൻ ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം. കണ്ടില്ല, ഈ ഒരു ഫൂട്ടേജിൽ അതിനകത്ത് മുഖമൊക്കെ ബ്ലർ ചെയ്തിരിക്കുന്നു. അതിനകത്ത് ഗഫൂർ എന്ന് പറയുന്ന വ്യക്തി വീടിനുള്ളിൽ വെച്ചുകൊണ്ട് ആദ്യം ആരോടോ സംസാരിക്കുന്നുണ്ട്, ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം വളരെയധികം ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് 2-3 കസേരകളൊക്കെ ഇങ്ങനെ ചവിട്ടിയെറിയുന്ന കാഴ്ച കാണാൻ സാധിക്കും. എന്നാൽ ഈ ഒരു ഫൂട്ടേജ് പുറത്തു വന്ന ഉടൻ തന്നെ ഇയാളൊരു സൈക്കോയാണ്, ഇയാൾ ഇത്രയ്ക്ക് ക്രൂരനായിരുന്നോ, ഇയാൾ ഇതെന്തൊരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെതിരെ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടാകുന്നുണ്ട്. നോക്കി, ഈ ഒരു ഫൂട്ടേജ് കണ്ട ഉടനെ കേരളത്തിലെ പല യൂട്യൂബർമാരും അയാളെ ഇത്തരത്തിൽ ജഡ്ജ് ചെയ്തു. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പോ പിൻപോ അവിടെ എന്താണ് സംഭവിച്ചത്, എന്താണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഈ പറയുന്ന ആളുകൾക്ക് യാതൊരുവിധ ധാരണയുമില്ല, വ്യക്തമായ ബോധ്യവുമില്ല. എന്താണ് നടന്നത് എന്ന് ആരും കണ്ടിട്ടുമില്ല. അതിനു മുമ്പേ ഈ ഒരു കാഴ്ച കണ്ടയുടനെ എല്ലാവരും ആ മനുഷ്യനെ ഇത്തരത്തിൽ ജഡ്ജ് ചെയ്തു. നമുക്ക് പരസ്പരം കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ, വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും വീട്ടിലുള്ള ഉപകരണങ്ങളിലാണ് നമ്മുടെ ദേഷ്യങ്ങൾ പലപ്പോഴും തീർക്കാറുള്ളത്. അതുതന്നെയായിരിക്കണം ഒരുപക്ഷെ ഈ മനുഷ്യനും ചെയ്തത്. എന്നാൽ ഈ ഒരു കാഴ്ച കണ്ടയുടനെ അയാളെക്കുറിച്ച് മോശമായ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടാവുകയും അയാളിൽ നിന്നും സിലു എന്ന് പറയുന്ന സഹോദരി രക്ഷപ്പെട്ടത് നല്ലതായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല കമന്റുകളും കാണാൻ സാധിച്ചു. ഈ മനുഷ്യനെതിരെ ഇത്തരത്തിൽ മോശമായി സംസാരിക്കുന്ന യൂട്യൂബർമാർ ആദ്യം ഇത്തരത്തിൽ മോശമായി സംസാരിച്ചത് സിലു ടോക്സിനെതിരെയായിരുന്നു. അവരായിരുന്നു അവരുടെ കണ്ണിൽ ആദ്യത്തെ കുറ്റക്കാരി. പിന്നീട് ഈ ഒരു വീഡിയോ ഫൂട്ടേജ് വന്നതിന് ശേഷം ഇയാളായിരുന്നു കുറ്റക്കാരൻ. അത്തരത്തിൽ സത്യം എന്താണെന്നറിയാതെ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന പ്രവണതകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചെറിയൊരു പ്രശ്നങ്ങളായിരിക്കാം അത് പിന്നീട് വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. എത്ര തന്നെ പ്രശ്നങ്ങളായിരുന്നാലും സംസാരിച്ചാൽ തീരാവുന്ന ആ ഒരു പ്രശ്നത്തെ ഇത്തരത്തിൽ വലിയ രീതിയിൽ അത് ഡൈവേർട്ടാക്കി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് സമൂഹ മാധ്യമങ്ങൾ തന്നെയാണ്. സിലു എന്ന് പറയുന്ന സഹോദരി സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഒരുപക്ഷെ ഈ ഒരു വിഷയം ഇത്തരത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. നോക്കൂ, ഞാൻ ആ സഹോദരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങളുടെ കുടുംബ വിഷയങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പറയാതിരിക്കുക. പ്രത്യേകിച്ച് അറിയപ്പെടുന്ന വ്യക്തികളാകുമ്പോൾ അവരെക്കുറിച്ചെടുത്ത് റിയാക്ട് ചെയ്യാൻ, ഇല്ലാത്ത രീതിയിലുള്ള കള്ളപ്രചാരണങ്ങളും വാർത്തകളുമാക്കി മാറ്റാൻ ഓരോ ആളുകളും കാത്തിരിക്കുന്നുണ്ടാവും. നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഈ കേൾക്കുന്ന മനുഷ്യർ ഏത് രീതിയിലാണ് അതിനെ ഉൾക്കൊള്ളുക എന്ന് നമുക്കാർക്കും പറയാനും കഴിയില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ ആ സഹോദരി തന്റെ കുടുംബ പ്രശ്നം പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ആ സംഭവം എത്തി നിൽക്കുന്നത് ഇത്തരത്തിലേക്കുള്ള വിഷയങ്ങളിലേക്കാണ്. എന്നാൽ ഈ ഒരു സംഭവമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സൽഹയുടെ ഭർത്താവായിട്ടുള്ള ഗഫൂർ എന്ന് പറയുന്ന സഹോദരൻ യൂട്യൂബ് ചാനലിലൂടെ പുതിയൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചുകൊണ്ട് ഒരു വീഡിയോയുമായി രംഗത്ത് വന്നു. ജി ടോക്സ് ഗഫൂർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അദ്ദേഹം അപ്ലോഡ് ചെയ്ത ആദ്യ വീഡിയോയ്ക്ക് തന്നെ 5 ലക്ഷത്തിലധികം വ്യൂസുകൾ കിട്ടി. ഇപ്പോൾ നിലവിൽ 22,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആദ്യത്തെ വീഡിയോയിൽ അദ്ദേഹം കുറേ ഊഞ്ഞാലുകൾ, ആ വീടിനുള്ളിൽ കുറേ ഊഞ്ഞാലുകളുണ്ട്, ഒരു ഓഫറാണ്, ഇതെല്ലാം വാങ്ങിക്കണം എന്നുള്ളതായിരുന്നു തുടക്കത്തിൽ ആദ്യം പറയുന്നത്. ഞാൻ ഈ വീഡിയോ വിൽക്കാൻ പോവുകയാണ്, അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കിടക്കുന്ന ഈ ഊഞ്ഞാലിൻ്റെ ഈ സ്റ്റോക്കുകളും മറ്റു സാധനങ്ങളുമെല്ലാം എനിക്ക് എത്രയും വേഗം വിറ്റഴിക്കേണ്ടതുണ്ട് എന്നൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ പ്രവാസ ലോകത്തേക്ക് തിരിച്ചു പോവുകയാണ്, അതുകൊണ്ട് ഈ വീട് നോക്കാൻ ഇനി ആരുമില്ല, ഈ വീട് വിൽക്കാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് ഊഞ്ഞാൽ വാങ്ങണമെന്നുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചാനൽ നഷ്ടപ്പെട്ടു പോയി എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഇന്ന് 2ാമതൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോയിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്.
ആ വീഡിയോ നമുക്കൊന്ന് കാണാം. എനിക്ക് 2-3 കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം, ഒരുപാട് ആൾക്കാർ കമന്റ്സ് ചോദിച്ചാൽ ഈ വീട് മക്കൾക്ക് കൊടുത്തൂടെ, എന്തിനാ വെക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ വീട് വെക്കുന്നത്. സൽഹാനോട് സമ്മതത്തോടെ ചോദിച്ച സമ്മതത്തോടെയാണ് ഈ വീട് വെക്കുന്നത്. വീട് വെക്കുന്നതിന് പ്രത്യേകം വീട് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ വീട് ഇടാൻ പറ്റില്ല, ഞാൻ കേടുവന്നു പോകും. പാടെ കൊടുത്താലും ശരിക്കും നോക്കിയൊന്നും വരില്ല. അതുകൊണ്ടൊക്കെയാണ് വെക്കുന്നത്. വേറെ പ്രത്യേക കാരണങ്ങൾ 20 സെന്റ് സ്ഥലം സൽഹ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അപ്പൊ ആ സ്ഥലത്ത് വീട് കെട്ടും വേണം, അതിനൊക്കെ ക്യാഷ് വേണം. വിറ്റ് കഴിഞ്ഞാൽ ആ ക്യാഷ് അതിനെ ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ മക്കൾക്ക് തന്നെയാണ്, യാതൊരു മാറ്റമില്ല. പിന്നെ ചെലവ് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഓരോ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെലവ് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്, ഫുൾ ചെലവ്, എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് പോരാത്തതിന് ഫീസ് എല്ലാം അത് ലൈഫ് ടൈം എന്റെ ഉത്തരവാദിത്തം ഞാൻ ഒരിക്കലും മാറ്റില്ല, അതെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വേവലാതി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ട, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അതിൽ പറയാനുള്ള കാര്യം, എനിക്ക് വരുമാനത്തിന് വേണ്ടിയല്ല യൂട്യൂബ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് 4-5 ഷോപ്പ് സ്റ്റേഡിയത്തിന്റെ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടായിരുന്നു. പിന്നെ കടങ്ങളൊന്നുമില്ല, കടങ്ങളുണ്ടായിരുന്നു, വീടിന്റെ സെലവ് കിട്ടിയായിരുന്നു നമുക്ക് അറിയാം. പിന്നെ പ്രത്യേകിച്ച് വേറെ കടങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. പിന്നെ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ വളരെ നോക്കുന്നുണ്ട്. കാരണം നെഗറ്റീവ് കമന്റ്സ് നമ്മുടെ എനർജി. എന്നാലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് ബുദ്ധിമുട്ട്. ഇല്ലാത്ത കാര്യം ഉള്ള കാര്യം പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് അതൊരു തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി പറയാനുള്ള ഇതൊക്കെ വരുന്നത്. അപ്പൊ അത് കേട്ടില്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാര്യയുമായി സംസാരിച്ചിട്ടാണ് ആ വീട് വിൽക്കാനുള്ള തീരുമാനമെടുത്തത്. ഈ വീട് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് തൊട്ടപ്പുറത്ത് 20 സെന്റ് സ്ഥലത്ത് മറ്റൊരു പുതിയൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ്. അത് മക്കൾക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. മക്കൾക്കുള്ള ചെലവും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് ഞാനാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. തന്റെയും തന്റെ ഭാര്യയുടെയും പേരിൽ നുണകൾ പ്രചരിപ്പിക്കരുത് എന്നടക്കമുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കിയതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഒരുപക്ഷെ ഇവർക്കിടയിൽ പരസ്പരം സംസാരിച്ച് തീർക്കാവുന്ന ചെറിയൊരു പ്രശ്നം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു ചെറിയൊരു പ്രശ്നം നിങ്ങൾ പരസ്പരം വീടിനുള്ളിൽ പറഞ്ഞു തീർക്കേണ്ടതിന് പകരം ഇത് സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പിന്നെ അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ടോ അതിനെക്കുറിച്ച് വിഷമിച്ചിട്ടോ യാതൊരുവിധ കാര്യവുമില്ല. ആദ്യമേ അത് ചിന്തിക്കണമായിരുന്നു. നമ്മുടെ കുടുംബകാര്യം എന്നുള്ളത് നമ്മുടെ പ്രൈവസിയാണ്. അതിനെ വലിച്ചിഴയ്ക്കാനുള്ള അവസരം മറ്റുള്ളവർക്ക് നമ്മളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാതിരിക്കുക. ഇതോടൊപ്പം ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ കൂടി കാണിക്കാം. ഇവരുടെ പഴയ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ പല യൂട്യൂബർമാരും എടുത്ത് റിയാക്ഷൻ ചെയ്ത് അതിനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ ചില ഹസ്ബൻഡ്സ്, പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഫോട്ടോ ഇടാൻ പാടില്ല, ഇതൊക്കെ ഇതാണ് അങ്ങനെ. പക്ഷെ പുള്ളിക്കാരനെ നോ പറഞ്ഞിട്ടില്ല എന്നാണ് താങ്കളുടെ വിശ്വാസം. ആള് പറഞ്ഞാലും ഇല്ലെങ്കിലും അല്ലല്ല, ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു. ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യുന്നവരാ. അത് വലിയ തെറ്റാണെന്നോ നല്ലതാണെന്നോ ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിനു മുമ്പ് ഈവൻ ഇതൊന്നും സോഷ്യൽ മീഡിയ ആൾക്ക് ഇതൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പൊ നമുക്ക് ഈവൻ പുറത്തു പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഓപ്പോസിറ്റുള്ള ആൾക്കാർ നോക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഒരു ടൈപ്പാണ്. പാർസലാണ് കൂടുതലും വാങ്ങിയിട്ട് വരുന്നത്. ഫുഡ് കഴിക്കാൻ പോകുമ്പോ ആൾക്കാർ നോക്കുമെന്ന് പേടിച്ച് പാഴ്സൽ എടുത്ത് വീട്ടിൽ കൊണ്ട് കഴിക്കുന്ന ഒരാളെ ഞാൻ അല്ല, അതൊക്കെ അതിന്റെ പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത്. മേ ബി ഭാര്യക്ക് ഇത്തിരി സൗന്ദര്യം ഉണ്ടല്ലോ, ആൾക്കാരൊന്നും നോക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല, നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് ആ ഒരു അങ്ങനെയാണ് പുറത്ത് ഫുഡ് കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ. പൊതുവെ എന്താ പറയാ, നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് കുറെ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ അവനവന്റെ ഭാര്യ അധികം ആരും നോക്കാൻ പറ്റില്ല, അങ്ങനെ തന്നെയല്ലേ സ്വാഭാവികം. കുറെ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് തന്നെയാണ്. അതൊന്നും എനിക്കൊരു വിഷയം. നോക്കത്തിനകത്ത് ഒന്നാമതായി പറയുന്നത് തൻ്റെ ഭാര്യയെ നോക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല എന്നുള്ളതാണ്. ആ നോക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിലാണ് നാം മനസ്സിലാക്കേണ്ടത്. സാധാരണ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം വരില്ല. നേരെ മറിച്ചൊരു മോശമായിട്ട്, ഒരു പെണ്ണിനെ വളരെയധികം മോശമായിട്ട് രീതിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏത് പുരുഷനായിരുന്നാലും ഏത് ഭർത്താവിനായാലും ഒരിക്കലും ഇഷ്ടപ്പെടാത്ത വിഷയമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ പുറത്തു കൊണ്ടുപോയി ഹോട്ടലിൽ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാതെ അത് പാർസലാക്കി വീട്ടിൽ കൊണ്ടുവരുന്നതിനോട് എനിക്കൊരിക്കലും യോജിപ്പില്ല. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന വിഷയത്തെക്കുറിച്ചാണ്. നോക്കൂ, സ്ത്രീകളുടെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ഷെയർ ചെയ്യപ്പെടുന്ന വിഷയത്തിൽ ഇസ്ലാം കർക്കശമായിക്കൊണ്ട് തന്നെയാണ് നിലപാട് സ്വീകരിച്ചത്. ഇതൊരിക്കലും പാടില്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നോക്കൂ, സ്ത്രീകളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ മോശമായിട്ടുള്ള നഗ്ന ചിത്രങ്ങളും ഫോട്ടോകളും വീഡിയോകളും മോർഫ് ചെയ്ത ചിത്രങ്ങളും വീഡിയോകളും അങ്ങനെ അടക്കമുള്ള രീതിയിലുള്ള ഒരുപാട് കേസുകൾ ഉണ്ടായതായി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ആ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുമ്പോൾ ആ ചിത്രങ്ങളെടുത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആർക്കും ഒരു ഐഡിയ പോലുമില്ല. അത് വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ നിലപാട് അതൊരിക്കലും ഇത്തരത്തിൽ ചിത്രങ്ങൾ ഷെയർ ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പരസ്പരം സംസാരിച്ച് തീർക്കാവുന്ന ചെറിയൊരു പ്രശ്നമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കോംപ്ലിക്കേറ്റായി മാറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും എല്ലാ വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ മാറി പരസ്പരം മക്കളുമൊത്ത് 5 മക്കളുണ്ട് ഇവർക്ക്. ആ മക്കളെ ഓർത്ത് ഇവർ പരസ്പരം ഒരുമിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു.